ഇതൊരു ഗതികെട്ട കാലത്തിന്റെ പോക്കായി മാറിക്കഴിഞ്ഞു. വയനാട് മുതൽ നമ്മൾ കാണുന്നതാണ് തുടർച്ചയായുള്ള മരണങ്ങൾ. എത്ര പേരാണ്, വിരലിലെണ്ണി തീർക്കാവുന്നതല്ല. ഏറ്റവും ഒടുവിൽ മൂന്നാറിലായിരുന്നു. ഇതോടുകൂടി അവസാനിക്കുമെന്ന് കരുതി അവസാനിച്ചിട്ടില്ല. നേര്യമംഗലത്ത് ഒരു 70-കാരിക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. പരിഹാരമില്ലാതെ പ്രശ്നങ്ങൾ തുടരുകയാണ്. എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സമരത്തിന്റെ അടുത്ത മുഖം എന്താണ് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? ഹലോ പ്രദീപ്, ഞാൻ പറയുന്നത് കേൾക്കാവോ? എല്ലാവരും കേൾക്കാമായിരുന്നു. സമരത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഇതുവരെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. കാരണം കോൺഗ്രസിന്റെയും UDF-ന്റെയും മറ്റ് നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ. അതേസമയം ഇത്തരത്തിൽ കോതമംഗലത്ത് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സംസ്ഥാനത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റും നേതൃത്വത്തിൽ രാത്രിയിൽ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പകൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു കോതമംഗലത്ത് നടന്നത്. കാരണം ഈ അപകടം നടന്നത് നേര്യമംഗലത്താണ് എങ്കിൽ തന്നെ ഇടുക്കിയുടെ അല്ലെങ്കിൽ നേര്യമംഗലത്തിന്റെയൊക്കെ കവാടം എന്ന് പറയാവുന്നത് കോതമംഗലത്താണ്. മാത്രവുമല്ല, മരിച്ച ഇന്ദിരയുടെ മൃതദേഹം കൊണ്ടുവന്നത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ്. ഈ സാഹചര്യത്തിലാണ് വളരെ വികാരഭരിതവും എന്നാൽ പ്രതിഷേധം നിറഞ്ഞതുമായ പരിപാടികൾ അവിടെ അരങ്ങേറിയത്. ഇതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മാത്യു കുഴൽനാടൻ MLA കൂടാതെ ഡീൻ കുര്യാക്കോസ് MP, UDF-ന്റെ ജില്ലാ കൺവീനറായ ഷിബു തെക്കുംപുറം തുടങ്ങിയവർക്കെതിരെ കൂടാതെ മറ്റ് കണ്ടാൽ അറിയാവുന്ന 30ഓളം പേർക്കെതിരെയും കേസെടുത്തത്. അതിന്റെ തുടർച്ചയായി എന്നാണ് ഉപവാസ സമര പന്തലിൽ കയറി ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ആദ്യം മുഹമ്മദ് ഷിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിനെതിരെ ശബ്ദമുയർത്തുന്ന വേളയിലാണ് സമരപ്പന്തലിൽ പോലീസ് അതിക്രമം കാണിച്ചു എന്ന് അവിടെ ഉണ്ടായിരുന്നവർ ആരോപിക്കുന്നത്. മാത്രവുമല്ല, ഇതിനിടെ മാത്യു കുഴൽനാടനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മാത്യു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അതേസമയം മുഹമ്മദ് ഷിയാസിനെ നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊന്നും പ്രവേശിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തെ നഗരപരിധിക്ക് പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നാളെയും സ്വാഭാവികമായും കോൺഗ്രസ് അല്ലെങ്കിൽ UDF ചേർന്ന് പ്രതിഷേധ പരിപാടികൾ ഘടിപ്പിക്കും. തികച്ചും ജനകീയമായ ഒരു ആവശ്യത്തിലാണ് തങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. അതിനെ അടിച്ചമർത്താനാണ് പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണമാണ് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഉന്നയിച്ചിരുന്നത്. അതേസമയം മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയതുപോലുള്ള സംഭവ വികാസങ്ങളെ മന്ത്രി P രാജീവും ഒപ്പം ഭരണകക്ഷിയിലെ വിവിധ നേതാക്കളും കടുത്ത ഭാഷയിൽ തന്നെ അപലപിക്കുകയുണ്ടായി. തികച്ചും നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം. അതേസമയം വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ് അത്. കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് തുനിഞ്ഞത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്.